മൂശക്കാലം 4-ാം വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കണ്ണ് ശരീരത്തിന്റെ വിളക്ക്. ഈ ലോകത്തെ ലൗകികമായ കണ്ണുകളോടെ നോക്കിക്കാണുന്നവരും ആത്മീയമായ കണ്ണുകളോടെ നോക്കിക്കാണുന്നവരുമുണ്ട്. ഒന്നാമത്തെ കൂട്ടർ സ്വന്തം ശരീരത്തെ സന്തോഷിപ്പിക്കാനായി സ്വാർത്ഥത നിറഞ്ഞ കണ്ണുകളോടെ അവയെ വീക്ഷിക്കുമ്പോൾ, രണ്ടാമത്തെ കൂട്ടർ മറ്റുള്ളവരുടെ ഉന്നമനത്തിനും സൗഖ്യത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്നു. ഒരേ കാര്യത്തിൽ രണ്ടു കൂട്ടരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. യഥാർത്ഥ ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നീ ആത്മീയ പുണ്യങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവയിൽ നിന്ന് പോലും ലൗകിക നേട്ടങ്ങൾ കൈവശമാക്കുന്നവരെ അവിടുന്ന് വിമർശിക്കുന്നുണ്ട്. ചില വേഷമണിഞ്ഞതും നെറ്റിയിൽ ചാരവും കുറിയും പൂശി മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മീയത പ്രദർശിപ്പിക്കുന്നവരെ ചുറ്റുപാടും കാണാം. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മനുഷ്യനെ ബലി കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ ദൈവം സ്നേഹമാണ്. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും ദുഷ്ടന്റെ മേൽ ഒരേപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ വർഷിക്കുന്നവനുമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യം. ആ ദൈവത്തിന്റെ നാമത്തിൽ പരസ്പരം പോരടിച്ചും കൊലവിളി നടത്തിയും എത്ര വലിയ അജാരകത്വമാണ് ദൈവിക മനുഷ്യർ നടത്തുന്നത്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കരുണാമയനായ ദൈവം ഒന്നു മാത്രം. സ്നേഹം മൗനം എന്ന സിനിമയിലെ MD രാജേന്ദ്രൻ എഴുതി യേശുദാസ് പാടിയ അർത്ഥസമ്പുഷ്ടമായ ഈ ഗാനം നമ്മുടെ സിരകളിൽ അലിഞ്ഞു ചേർന്ന് യഥാർത്ഥ ദൈവിക കാഴ്ചപ്പാടിലേക്ക് വളരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.